1972 മ്യൂണിക് ഒളിമ്പിക്സിൽ 11 ഇസ്രായേൽ താരങ്ങളെ ഭീകരർ കൊന്ന വാർത്ത ലോകത്തെ ഞെട്ടിച്ചു കളഞ്ഞു. ഇസ്രായേൽ സർക്കാർ തീരുമാനിച്ചു ഇതിന് പ്രതികാരം വേണം. മൊസാദ് അതിനെതിരെ ഒരു ഓപ്പറേഷൻ തുടങ്ങി. അതിന്റെ പേരായിരുന്നു വർത്ത് ഓഫ് ഗോഡ്. ലോകമെമ്പാടുള്ള പ്രതികളെ വേട്ടയാടുന്ന ഒരു രഹസ്യ യുദ്ധം. എന്നാൽ ഈ പ്രതികാരത്തിനിടയിൽ സംഭവിച്ച ഒരു വലിയ പിഴവായിരുന്നു ലില്ലേഹാമർ ഇൻസിഡന്റ്. ഇവിടെ അവർ കൊന്നത് ഒരു തെറ്റായ ആളെയായിരുന്നു. മ്യൂണിക് ആക്രമണത്തിന് ഉത്തരവാദികളായ ബ്ലാക്ക് സെപ്റ്റംബർ സംഘത്തെ ഇല്ലാതാക്കാൻ മൊസാദ് ഒരുപാട് ടീമുകളെ അയച്ചു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കൊലപാതകങ്ങൾ നടന്നു. അവരുടെ പ്രധാന ലക്ഷ്യം അലി ഹസൻ സലാമിയ ആയിരുന്നു. ഇതെല്ലാം പ്ലാൻ ചെയ്തിരുന്നത് ഇവരുടെ കൂട്ടത്തിൽ റെഡ് പ്രിൻസ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. 1973 മൊസാദിന് വിവരം കിട്ടുന്നു സലാമിയ നോർവേയിലെ ലില്ലേഹാമർ പട്ടണത്തിലുണ്ടെന്ന്. ഒട്ടും വൈകിക്കാതെ തന്നെ മൊസാദ് ഒരു വലിയ ടീമിനെ തന്നെ ലില്ലേഹാമറിലേക്ക് അയക്കുന്നു. 15 ഏജന്റുമാർ, ചിലർ വിനോദസഞ്ചാരികളായി, ചിലർ ദമ്പതികളായി നടിച്ചു. കുറച്ചു ദിവസങ്ങൾക്കു ശേഷം അവർ ഒരാളെ കണ്ടുമുട്ടുന്നു. അവന്റെ പേര് അഹമ്മദ് ബൊച്ചിക്കി, ഒരു മൊറോക്കൻ വെയിറ്റർ. സലാമിയനെ പോലെ തന്നെ തോന്നുന്നു. അവർ വിശ്വസിച്ചു ഇതായിരുന്നു നമ്മുടെ ലക്ഷ്യം. 1973 ജൂലൈ 21 അഹമ്മദ് തന്റെ ഗർഭിണിയായ ഭാര്യയും കൊണ്ട് സിനിമക്ക് പോയി തിരിച്ചു വരുന്ന വഴിയെ ഒരു കാർ അവരുടെ മുമ്പിൽ വച്ച് നിർത്തുന്നു. പെട്ടെന്ന് തന്നെ ആ വണ്ടിയിൽ നിന്നിറങ്ങിയ ചിലർ അവർക്ക് നേരെ വെടിയോർക്കുന്നു. അഹമ്മദ് തന്റെ കണ്ണൊന്ന് ചുമ്മി തുറക്കുമ്പോഴേക്കും 13 ബുള്ളറ്റുകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെ കയറി കഴിഞ്ഞിരുന്നു. അഹമ്മദ് തന്റെ ഗർഭിണിയായ ഭാര്യയുടെ മുമ്പിൽ വെച്ച് തൽക്ഷണം മരിക്കുന്നു. ലില്ലേഹാമർ പട്ടണത്തിലെ ജനങ്ങൾ ഇന്നേ വരെ ഇങ്ങനൊരു സംഭവം കണ്ടിട്ടില്ലായിരുന്നു. പോലീസ് ഉടനെ അന്വേഷണം ആരംഭിക്കുന്നു. മൊസാദ് ഏജന്റുമാർ വാടകയ്ക്കെടുത്ത കാറുകളുടെ രേഖകളിലൂടെ അവരെ തിരിച്ചറിയപ്പെടുന്നു. 6 പേർ പിടിക്കപ്പെട്ടു, 2 സ്ത്രീകൾ ഉൾപ്പെടെ. കോടതി കേസിൽ തെളിവുകൾ പുറത്തു തന്നു. അവർ തെറ്റായ ആളെ കൊന്നതാണെന്ന് അവർക്ക് മനസ്സിലായി. അറസ്റ്റിലായ ഏജന്റുമാർക്ക് 1 മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷ. പിന്നീട് പലർക്കും നേരത്തെ മോചനം ലഭിക്കുകയും ചെയ്തു. നോർവേ ഇസ്രായേൽ ബന്ധം വളരെ മോശമായി. ഇതോടുകൂടി നോർവേ സർക്കാർ പ്രതിഷേധം തുടങ്ങി. നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് അനധികൃതമായി കൊലപാതകം നടത്തി. വർഷങ്ങൾക്കു ശേഷം ഇസ്രായേൽ സമ്മതിച്ചു. അതൊരു വലിയ പിശകായിരുന്നു. അഹമ്മദ് ബൊച്ചിങ്കി നിരപരാധിയായിരുന്നു. അവന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാൻ അവർ തയ്യാറായി. ലില്ലേഹാമർ ഇൻസിഡന്റ് മൊസാദിന്റെ വലിയ തെറ്റായ ഓപ്പറേഷനായി ചരിത്രത്തിൽ രേഖപ്പെടുത്തി. ഒരു തെറ്റായ തിരിച്ചറിവ് ഒരു നിരപരാധിയുടെ ജീവൻ നഷ്ടമായി. ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത് നീതിയും പ്രതികാരവും തമ്മിൽ വളരെ സൂക്ഷ്മമായ ഒരു രേഖ മാത്രമേ ഉള്ളൂ. ഒരു തെറ്റായ വിവരം ലോകത്തിന് വലിയ നഷ്ടം നൽകാം. മ്യൂണിക് ആക്രമണത്തിന്റെ മുഖ്യപ്രതി സലാമിയ 5 വർഷങ്ങൾക്ക് ശേഷം 1979 കൊല്ലപ്പെടുന്നു. പക്ഷേ അഹമ്മദിന്റെ ജീവൻ തിരികെ കൊണ്ടുവരാനാവില്ലല്ലോ. ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, രാജ്യങ്ങളുടെ രഹസ്യ യുദ്ധങ്ങളിൽ ഒരാളുടെ ജീവൻ ചിലപ്പോൾ വാർഗയും പോലെ മാത്രമേ കാണപ്പെടാറുള്ളൂ. പക്ഷേ ഓരോ തെറ്റിനും ഒരു കുടുംബത്തിന്റെ കണ്ണീരും ഒരു രാജ്യത്തിന്റെ ചരിത്രവും ഉണ്ടെന്ന് മറക്കരുത്. മൊസാദിന്റെ അംഗീകരിക്കാനാവാത്ത അക്രമങ്ങളെ ന്യായീകരിക്കുന്ന പലർക്കും കിട്ടിയ ആദ്യത്തെ അടിയായിരുന്നത്. ഇപ്പോൾ മൊസാദിന്റെ ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മൊസാദിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരിക്കലും യോജിക്കാനാവാത്ത ഒരുപാട് അക്രമങ്ങൾ നമുക്ക് അവരിൽ കാണാൻ സാധിക്കും. മൊസാദിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.